ഹായ്, വെക്കേഷൻ നാട്ടിൽ പോയപ്പോഴേ ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ശരി, പോയി കളയാമെന്ന് കരുതി. അത് ഏത് സ്ഥലം വേണമെന്നിങ്ങനെ വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യം വന്നത് വാഗമണ്ണാണ്. നേരെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് കരുതി. നേരത്തെ പോകണമെന്ന് വിചാരിച്ചു, അതായത് ഒരു 7 മണിയാകുമ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് കരുതിയെങ്കിലും അത് പറ്റിയില്ല. കാരണം തലേദിവസമാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു, മഴയും തണുപ്പൊക്കെ. അതുകൊണ്ട് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അങ്ങനെ പിന്നെ എഴുന്നേറ്റ് രാവിലെ പോകാനുള്ള ഒരുക്കമൊക്കെ. അപ്പോൾ ഞങ്ങളോട് ഡ്രസ്സ് ചെയ്യാനൊക്കെ പറഞ്ഞ് റെഡിയാകാൻ പറഞ്ഞിട്ട് അവർ പെട്രോൾ അടിക്കാൻ പോയി. അപ്പം അവർ വന്നപ്പോഴേക്കും ഞങ്ങൾ റെഡി ആയില്ലായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് തൊട്ടെങ്കിൽ താഴെ റോഡ് വരെ നടക്കേണ്ടി വന്നു. ഞങ്ങൾ വരുന്നതോറുണ്ടല്ലോ ഇവർ വണ്ടി അങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകും. അതായത് അവരുടെ ഒരു പണിഷ്മെൻറ്റാണ്. ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റായതിന് അവർ ഞങ്ങൾക്ക് തന്നൊരു പണിഷ്മെൻറ്റായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടിയിലേക്ക് കയറാനായിട്ട് പോവാം. കണ്ടോണം, ബിർള വാൾക്കയർ കൂട്ടി ഏഷ്യൻ പെയിന്റും എല്ലാം ഒലിച്ചിറങ്ങുന്ന കണ്ടോണം. ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട് വാഗമണ്ണിലേക്ക്. ഞങ്ങൾ പോയത് മണിമല, പൊൻകുന്നം, ഈരാറ്റുപേട്ട ആ റൂട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ റോഡിന് 2 വശത്തും, അതായത് 2 സൈഡിലും പൈനാപ്പിൾ തോട്ടമുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഏക്കർ കണക്കിന് പൈനാപ്പിൾ തോട്ടം. പിന്നെ റോഡിന് 2 വശത്ത് നല്ല കാഴ്ചകളാണ്. അതുപോലെ റോഡ് പറയുകയും വേണ്ട, നല്ല റോഡ്. അങ്ങനെ ഞങ്ങൾ സ്മൂത്തായിട്ട് പോയി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ ഇറങ്ങിയത്. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ മേടിച്ചു. എന്നിട്ട് നാടുകാണി എന്നൊരു സ്ഥലം, അതായത് വാഗമൺ എത്തണ്ട, അതിന് കുറച്ച് മുമ്പിലായിട്ട് നാടുകാണി എന്ന് പറയും. അപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പോകുന്ന വഴിക്ക് പൊറോട്ട മേടിച്ചായിരുന്നു. എന്തായാലും ഞങ്ങൾ ആ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ സ്ഥലം സൂപ്പർ സ്ഥലമായിരുന്നു. കാരണം അവിടുത്തെ വ്യൂ അടിപൊളി. ഞങ്ങളവിടെ ഇരുന്ന് അത് കാഴ്ചകളൊക്കെ കണ്ട് സാവകാശം ഞങ്ങളുടെ പൊറോട്ടയൊക്കെ കഴിച്ചു. പൊറോട്ടയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റുമായിരുന്നു. അങ്ങനെ സമയം എടുത്ത് തന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഇരുന്നതിനടുത്തൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതായത് വേസ്റ്റ് മീൻസ് ഈ പേപ്പർ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ. അതായത് അതുവഴി പോകുന്ന നമ്മളെപ്പോലെയുള്ളവരൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചതിൻ്റെ ആ വേസ്റ്റൊക്കെ ഞങ്ങളും അവിടെ തന്നെ ഇരുന്നു. പക്ഷേ ഞങ്ങളുടെ വേസ്റ്റ് അവിടെ ഇട്ടില്ല കേട്ടോ. ഞങ്ങൾ ആ പ്ലേറ്റും ഗ്ലാസ് ഞങ്ങളുടെ ഇല്ലായിരുന്നു. പ്ലേറ്റ് ഞങ്ങളിങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്നു. വേസ്റ്റ് ഞങ്ങളെന്തായാലും അവിടെ ഇട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കുരിശുമലയിലേക്ക് പോയി. വാഗമൺ കുരിശുമല അതൊരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ്. ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഒരു ട്രക്കിംഗ് സൈറ്റ് കൂടിയാണ്. അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കുരിശുമലയിലേക്ക്. അങ്ങനെ ഞങ്ങൾ കുരിശുമലയിലെത്തി. വണ്ടിയൊക്കെ ഒരിടത്ത് പാർക്ക് ചെയ്തു. ഒരിടത്തല്ല, അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അതായത് ഇരുന്ന് വേറൊന്നിനും അല്ല, മേലോട്ട് കയറണമെങ്കിൽ വെള്ളം കൊണ്ട് കയറണം. കാരണം ഇടയ്ക്കൊന്നും വെള്ളം കിട്ടാനുള്ള ആ ഒരു സിറ്റുവേഷനൊന്നും അവിടെ ഇല്ല. ഒരു ബ്രദർ പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക. ഞാനിങ്ങനെ മേലോട്ട് നോക്കിയപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, കയറണോ വേണ്ടേ.
മേലോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒരല്പം ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. ഞാനിങ്ങനെ കയറാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒന്ന് ശ്രമിച്ചു, പക്ഷേ കൂടെയുള്ളവർ സമ്മതിച്ചില്ല. പിന്നെ എന്തും വരട്ടെ എന്ന് വെച്ച് കയറാമെന്ന് കരുതി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, അതുപോലെ തന്നെ ഒരു ട്രക്കിംഗ് സൈറ്റ് കൂടിയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ശരിക്കും തിരക്ക് വരുന്നതെന്ന് പറയുന്നത് ആ ദുഃഖവെള്ളി, ഈസ്റ്റർ ആ ഒരു ടൈമിലാണ്. അപ്പോൾ വിശ്വാസികൾ അവർ നേർച്ചയോട് കൂടിയാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ നിന്നും ആ പള്ളി, അത് ഏറ്റവും മേളിലായിട്ടൊരു പള്ളിയുണ്ട്. അപ്പോൾ പള്ളിയുടെ അടുത്ത് എത്തുന്നത് വരെ ഇതിനിടയ്ക്ക് ഏകദേശം 14ഓളം കുരിശടികളുണ്ട്. അപ്പം ഈ തീർത്ഥാടകർ ഓരോ കുരിശടിയിലും പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അങ്ങനെയാണ് ഇവരിങ്ങനെ ഏറ്റവും മേളിൽ പള്ളിയിലെത്തുന്നത്. ഉള്ളത് പറഞ്ഞാൽ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിയായി മല കയറുന്നത്. കുറച്ചങ്ങോട്ട് കയറി കഴിയുമ്പോഴേക്കും ഞാൻ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോകും. എവിടെയെങ്കിലും ഇരിക്കും, വെള്ളം കുടിക്കും, പിന്നെയും നടക്കും. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ ആണെങ്കിൽ കുറേ അവർ നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്, ഞാൻ മാത്രം പുറകിലായി. അപ്പോൾ അവർ നേരത്തെ പോയിട്ട് അവരെവിടെയെങ്കിലും റെസ്റ്റ് എടുക്കും, എന്നെയും വെയിറ്റ് ചെയ്തുകൊണ്ട്. ഞാൻ കയറി വരുന്നവരെ അവരവിടെ ഇരിക്കും. അന്തേവാസിയും ആദിവാസിയും കാട്ടുമുണ്ട്. അതുപോലെ പള്ളിയിലേക്ക് പോകുന്നതിന് ഇടയ്ക്കായിട്ടൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇരുന്ന് കുറേ നേരം ഇരുന്നും കിടന്നും ഒക്കെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ നമ്മൾ പള്ളിയുടെ അടുത്തെത്താറാകുമ്പോൾ അവിടെ ഒരു കിണറുണ്ട്. ആ കിണറ്റിലെ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്, നല്ല തണുത്ത വെള്ളം. ഇത്രയും കയറ്റമൊക്കെ കയറി ബുദ്ധിമുട്ടി വരുന്നവർക്ക് ഈ കിണറ്റിലെ തണുത്ത വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര ആശ്വാസമാണ്. ഞങ്ങൾ വെള്ളം കോരി കുടിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ മുഖമൊക്കെ കഴുകി ഫ്രഷായി. പിന്നെ ഞങ്ങളുടെ ബോട്ടിൽസൊക്കെ നിറച്ചു, കാരണം തിരിച്ചു പോകുമ്പോഴും നമുക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ചെയ്തു. ഇത് പള്ളിയോട് ചേർന്ന് തന്നെയാണ്, അടുത്തായിട്ട് തന്നെയാണ് ഈ കിണർ. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്തെത്തി. ഇനി പള്ളിയിലേക്ക് കയറാൻ പോവാം. ആ നേർച്ചയുടെ ഭാഗമായിട്ടുള്ള കുരിശ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പിന്നെ പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ വെളിയിലിറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പള്ളിയുടെ പുറകു വശത്ത് പോയി. അവിടെ നല്ല വ്യൂ ആണ്. ഞാൻ പിന്നെ അതായത് പള്ളിയുടെ പുറകു വശം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പാറക്കെട്ടുകളൊക്കെയാണ്. ഞാൻ അങ്ങോട്ട് പോയില്ല, ബാക്കി എല്ലാവരും ആ പാറക്കെട്ടിൽ അങ്ങ് അറ്റം വരെയൊക്കെ പോയി. അതിൻ്റെ താഴോട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊക്കയാണ്. ഞാൻ അങ്ങോട്ട് പോയതേ ഇല്ല. ഞാൻ ആ
പള്ളിയുടെ സൈഡിൽ തന്നെ നിന്നു. അപ്പോൾ കുറച്ച് നേരം അവിടേക്ക് നിന്നു. അവരവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ വേറൊരു കാഴ്ച ഞാൻ കണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു ക്യാമറ ഓൾറെഡി ഉണ്ട്. പള്ളിയുടെ ബാക്ക് സൈഡിൽ ഒരു ക്യാമറയുണ്ട്. പിന്നെ അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ആരും ഒന്നും വരയ്ക്കുക എഴുതുകയൊന്നും ചെയ്യരുത്, നീറ്റായിട്ടൊക്കെ സൂക്ഷിക്കണമെന്ന്. പക്ഷേ ആ ചുമരെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വരച്ച് നശിപ്പിച്ച് വെച്ചേക്കുക. ക്യാമറ വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ കുറേ സമയമൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ തിരിച്ച് താഴോട്ടേക്ക് പോന്നു. പിന്നെ കുരിശുമലയിൽ നിന്ന് ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് കാണാനായിട്ടാണ് പോയത്. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ പൈൻ ഫോറസ്റ്റ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ശരിക്കും കുട്ടികൾ അതുപോലെ തന്നെ മുതിർന്നവരും എല്ലാവരും വളരെ ബിസി ആയിട്ടിരിക്കുന്നു. ബിസി മീൻസ് എല്ലാവരും ഫോട്ടോസ് അതുപോലെ വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിൽ. ഇതിനിടയ്ക്ക് ഞാനാണെങ്കിൽ അവിടെ തെന്നി വീഴാനും തുടങ്ങി. ഈ പൈൻ മരത്തിൻ്റെ ഇല ഒരു പ്രശ്നമാണ്. പക്ഷെ താഴെ വീണില്ല. ഞങ്ങളും അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചു. ഞങ്ങളും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവിടെ കുറേ സമയം ഇരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പരുന്തുംപാറയിലേക്ക് പോയി. ഇതിനിടയ്ക്ക് ഞങ്ങൾ ലഞ്ച് കഴിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പരുന്തുംപാറയിൽ എത്താറായി. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കസിൻസൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാനായിട്ട് പോയി. ഞാൻ ഇറങ്ങിയില്ല, കാരണം വല്ലാത്തൊരു വെയിലുണ്ടായിരുന്നു. ആ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തലവേദന വരും. അത് കാരണം ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. വെയിലൊന്ന് മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. ഇവിടെ ശരിക്കും ആളുകളുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പരുന്തുംപാറ, ഇവിടെയുള്ളൊരു പാറയ്ക്ക് പരുന്തിൻ്റെ തലയുടെ ഷേപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പരുന്തുംപാറ എന്ന സ്ഥലത്തിന് പേര് വന്നത്. നിങ്ങൾക്ക് ആ പാറ കാണാൻ കഴിയും. ഇവിടെ നിന്നും ഏത് സൈഡിലേക്ക് നോക്കിയാലും നല്ല ഭയങ്കരമായിട്ടുള്ള കാഴ്ചകളാണ്, നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അപ്പം ഞാൻ ഈ നിൽക്കുന്ന സൂയിസൈഡ് പോയിന്റിന് അടുത്തായിട്ടാണ് ഏകദേശം. ഈ ശബരിമല സീസണൊക്കെ ആകുമ്പോൾ തീർത്ഥാടകർ മകരജ്യോതി കാണാനായിട്ട് കൂടുതലും വരുന്ന ഒരു സൈറ്റാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് മകരജ്യോതി കാണാൻ കഴിയും. അങ്ങനെ കോടമഞ്ഞിറങ്ങുന്നതൊക്കെ കണ്ട് ഞങ്ങളൊരു 6:30 അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു.